തമിഴ്നാട് തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 24 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, 7 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ടോ? നാളെ മുതൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? പൂജ, 24 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇന്നലെ വൈകിട്ട് 4:30 തിരുവണ്ണാമലയ്ക്ക് സമീപം ചിദംബരം നഗറിൽ ഇത്തരത്തിലുള്ളൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അണ്ണാമലൈ ഹിൽസിൽ നിന്ന് ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതോടൊപ്പം തന്നെ കൂറ്റൻ പാറക്കല്ലും ഇതിനെ തുടർന്ന് താഴേക്ക് പതിച്ചു. ഈ പാറക്കല്ല് വന്നു വീണത് ഇപ്പോൾ കൊല്ലപ്പെട്ട രാജ്കുമാറിൻ്റെ വീടിന് മുകളിലേക്കാണ്. ഈ വീട്ടിൽ രാജ്കുമാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീന, മക്കളായിട്ടുള്ള ഇനിയ, ഗൗതം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ 2 മക്കൾ, മറ്റൊരു സ്ത്രീ, ഇങ്ങനെ 7 പേർ ആ വീട്ടിലുണ്ടായിരുന്നു. ഏതായാലും ഇവരെ മുകളിലേക്ക് ഏതാണ്ട് 14 അടിയോളം മണ്ണ് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് കണക്ക്. ഇതോടൊപ്പം അതിനു മുകളിലാണ് ഈ പാറക്കല്ല് വീണത്. ഏതാണ്ട് 40 ടണ്ണോളം ഭാരമുള്ള പാറക്കല്ലാണ് ഈ വീടിന് മുകളിലേക്ക് വീണത്. ഈ രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചത് ഈ കല്ല് തന്നെയായിരുന്നു. ഒടുവിൽ ഇത് പല കഷ്ണങ്ങളായി അല്ലെങ്കിൽ പല ഭാഗങ്ങളായി മുറിച്ചൊക്കെ ശേഷമാണ് രക്ഷാദൗത്യം അല്പമെങ്കിലും മുന്നോട്ട് പോകാനായത്. ഈ പ്രദേശത്തേക്ക് ഈ JCB പോലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊന്നും അവിടേക്ക് എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രി 12:30 മുതൽ തന്നെ NDRFിൻ്റെ സംഘവും SDRFിൻ്റെ സംഘവും സംയുക്തമായിട്ടുള്ള ഒരു ദൗത്യം അവിടെ നടത്തിയിരുന്നു. പക്ഷേ ഈ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള പരിമിതി കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഇവിടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാനായത്. ഇതിന് പിന്നാലെ നടത്തിയ തിരച്ചിലാണ് ആദ്യം ഗൗതമിൻ്റെയും പിന്നീട് ഓരോരുത്തരുടേതായിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഏതായാലും ആളുകൾ അവിടെ പ്രദേശവാസികൾ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് തിരിച്ച് വരാനുള്ള ഒരു ജീവനോടെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയൊക്കെ അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒരു കുടുംബം ഒരു രാത്രി കൊണ്ട് ഒന്നാകെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥ. ഏതായാലും അവരുടെ ബന്ധുക്കളുടെയൊക്കെ ഒരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി വേലു, അതുപോലെ തന്നെ ജില്ലാ കളക്ടറൊക്കെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഈ പ്രവർത്തനങ്ങൾ, രക്ഷാദൗത്യവും മറ്റും നേതൃത്വം അല്ലെങ്കിൽ ഏകോപനമൊക്കെ നടത്തിയത്. ഏതായാലും തിരുവണ്ണാമലയിൽ ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ ഈ 7 ജീവന് കൂടി പൊലിഞ്ഞതോടുകൂടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 20 ജീവനുകളാണ് ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് എടുത്തത്. ഏതായാലും ഈ രക്ഷാദൗത്യം ഇപ്പോൾ ഏതാണ്ട് നിർത്തിവെച്ചു. ഇനി ആ മണ്ണ് നീക്കം ചെയ്യുന്ന ആ പ്രദേശത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളൊക്കെയാണ് പുരോഗമിക്കേണ്ടത്. അതിനി രാവിലെ മാത്രമേ ഉണ്ടാകൂ. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്താൽ ഈ ന്യൂനമർദ്ദം ഇപ്പോൾ കർണാടകയുടെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണഗിരി, അതുപോലെ തന്നെ ധർമ്മപുരി, നീലഗിരി പോലുള്ള പശ്ചിമഘട്ട ജില്ലകൾ, ഇവിടേക്കൊക്കെയാണ് കനത്ത മഴ പെയ്യുന്നത്. അതുപോലെ തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ദക്ഷിണ കന്നഡ, ഉടുപ്പി പോലുള്ള ജില്ലകളിലൊക്കെ ഇതിൻ്റെ പ്രഭാവം കൊണ്ട് മഴയുണ്ടാകും, കനത്ത മഴയുണ്ടാകും. ഇന്നും മൈസൂരു, ചാമരാജ് നഗർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഏതായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കാണാതായ 7 പേരുടെയും മൃതദേഹങ്ങൾ, തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മഴയുടെ കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് KB ശ്രീധരൻ ഇപ്പോൾ പങ്കുവച്ചത്.